നോട്ട് പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി നേരിട്ട് സമരത്തിന്. റിസർവ് ബാങ്കിന് മുന്നിൽ നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം. മന്ത്രിമാരും സത്യാഗ്രഹത്തിൽ പങ്കെടുക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് സത്യാഗ്രഹം. വിഷയത്തിൽ ശനിയാഴ്ച സർവകക്ഷി യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിൻ്റെ പൊതുവായ വികാരം പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് കാണുന്നത്. അതിൻ്റെ ആദ്യപടി എന്ന നിലക്ക് നാളെ കാലത്ത് 10 മണി മുതൽ ഇവിടുത്തെ RBI ഓഫീസിന് മുന്നിൽ ഞങ്ങൾ ഒരു സത്യാഗ്രഹം ഇരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ നാട് ശക്തമായി എതിർക്കേണ്ട ഒരു സംഭവമായതുകൊണ്ടാണ് ഇത്തരമൊരു നടപടിക്ക് ഞങ്ങൾ തയ്യാറാകുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള മറ്റു പരിപാടികൾ വരും. 21-ന് വൈകുന്നേരം 3 മണിക്ക് സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ തുടർ നടപടികൾ ആലോചിക്കും. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളിൽ സഹകരിക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ട്. നാട് തന്നെ ശക്തമായി എതിർക്കേണ്ട കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സമരപരിപാടികളുടെ തുടർച്ചയായി ഈ മാസം 21-ന് സർവകക്ഷി യോഗം ചേരുമെന്നും അതിനുശേഷം തുടർ പ്രക്ഷോഭ പരിപാടികൾ ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. എല്ലാ കാര്യങ്ങളും അതീവ ഗൗരവമായിട്ട് തന്നെ പരിഗണിക്കും. കുറേ ആവശ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. അതിലൊന്നിലും വിയോജിപ്പുള്ളതല്ല. ഞങ്ങൾക്ക് വിയോജിപ്പുള്ള ഒരു കാര്യമല്ല ഉന്നയിച്ചത്. ചില കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ അവർ പൊതുവായിട്ടും ഉന്നയിച്ചിട്ടുണ്ട്. എല്ലാറ്റിനോടും യോജിപ്പാണ്. കറൻസി വിഷയത്തിൽ BJP എടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ട അസംബന്ധങ്ങളാണ് O രാജഗോപാൽ പറയുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കറൻസി പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാനത്തിന് വൻ വരുമാന നഷ്ടം. സംസ്ഥാനത്തിന്റെ ആകെ വരുമാനം 4-1 കുറഞ്ഞതായും ഏകദേശം 2000 കോടി രൂപയുടെ നികുതി വരുമാന നഷ്ടമുണ്ടായതായും ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി. പ്രതിസന്ധി ശമ്പള വിതരണത്തെ ബാധിക്കില്ലെങ്കിലും ക്ഷേമ പെൻഷൻ വിതരണത്തെയും ബാധിച്ചേക്കുമെന്ന ആശങ്കയുണ്ട്. 500-1000 രൂപ കറൻസികൾ അസാധുവാക്കിയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി സംസ്ഥാനത്തിന് വൻ വരുമാന നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. നോട്ട് പിൻവലിച്ചതിനു പിന്നാലെ സംസ്ഥാനത്ത് കച്ചവടം 4-1 കുറഞ്ഞു. ഇത് സംസ്ഥാനത്തിന്റെ ആകെ വരുമാനത്തിലും നികുതി വരുമാനത്തിലും വൻ നഷ്ടത്തിന് കാരണമായി. വിവിധ മേഖലകളിൽ നിന്നായുള്ള നികുതി വരുമാനം പകുതിയായി കുറഞ്ഞെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. അടുത്ത മാസം സർക്കാരിൻ്റെ വരുമാനം ഏതാണ്ട് പകുതിയായിട്ട് കുറയുമെന്നാണ് കരുതുന്നത്. 4000 കോടി രൂപ 2000 കോടി രൂപയായിട്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് വരാൻ പോകുന്നത് മാസാദ്യമല്ല, ഇത് ഫെസ്റ്റിവൽ മാസമാണ്. മാസാവസാനത്തിലായിരിക്കും. കഴിഞ്ഞ ഒരാഴ്ചക്കകം KSFക്ക് 600 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. ലോട്ടറി വിൽപ്പന ഗണ്യമായി കുറഞ്ഞതിനാൽ 300 കോടി രൂപയുടെ നഷ്ടമാണുണ്ടായത്. ബിവറേജസ് കോർപ്പറേഷന്റെ വരുമാനത്തിലും വൻ ഇടിവുണ്ടായി. മദ്യവിൽപ്പന കുറഞ്ഞതിനാൽ 6 ദിവസം കൊണ്ട് വരുമാനത്തിൽ 13 കോടിയോളം രൂപയുടെ കുറവാണുണ്ടായത്. നോട്ട് അസാധുവാക്കിയ ദിവസം ബിവറേജസ് കോർപ്പറേഷന്റെ 270 ഔട്ട്ലെറ്റുകളിൽ നിന്നായുള്ള വിറ്റുവരവ് 28 കോടിയായിരുന്നു. എന്നാൽ അടുത്ത ദിവസം ഇത് 18 കോടി രൂപയായി കുറഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിൽ വിൽപ്പനയിൽ അല്പം വർധനവുണ്ടായെങ്കിലും തൽസ്ഥിതി തുടർന്നാൽ ഈ മാസം വരുമാനത്തിൽ 200 കോടിയോളം രൂപയുടെ കുറവുണ്ടായേക്കുമെന്നാണ് വിലയിരുത്തൽ. കറൻസി പ്രതിസന്ധി തുടരുന്നത് ശമ്പള വിതരണത്തെ ബാധിക്കില്ലെങ്കിലും സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ, ക്ഷാമബത്ത വിതരണത്തെ ബാധിച്ചേക്കുമെന്നും ആശങ്കയുണ്ട്. കറൻസി വിനിമയം സാധാരണഗതിയിലായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും സംസ്ഥാന സർക്കാരിന് വൻ വരുമാന നഷ്ടമാണുണ്ടാവുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നോട്ട് പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെ വീണ്ടും കർശന നിയന്ത്രണങ്ങളുമായി കേന്ദ്ര സർക്കാർ. അസാധുവാക്കിയ നോട്ടുകൾ മാറാനുള്ള പരിധി 4500 രൂപയിൽ നിന്നും 2000 ചുരുക്കി. കർഷകർക്ക് കാർഷിക വായ്പയിൽ നിന്നും ആഴ്ചയിൽ 25,000 രൂപ പിൻവലിക്കാം. വിവാഹാവശ്യത്തിന് കുടുംബത്തിൽ ഒരാൾക്ക് 2.5 ലക്ഷം രൂപ വരെ പിൻവലിക്കാനും അനുമതി നൽകി. ബാങ്കിൽ പണം മാറാനെത്തുന്നവരുടെ കൈവിരലിൽ മഷി പുരട്ടാനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് ജനങ്ങളെ വലച്ച് വീണ്ടും കേന്ദ്ര സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ദിവസേന അസാധുവാക്കിയ നോട്ടുകൾ മാറിയെടുക്കാനുള്ള പരിധി 4500 രൂപയിൽ നിന്നും 2000 ചുരുക്കി. കൂടുതൽ പേർക്ക് നോട്ടുകൾ മാറിയെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് നടപടിയെന്ന് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ശക്തികാന്ത് ദാസ് വിശദീകരിച്ചു. Now it has been decided therefore by the government to permit the farmers to draw up to ₹25,000 per week, and it has been decided that for marriage, for wedding ceremonies which are going on, up to 2.5 lakh rupees. 18th of November, the existing limit of 4,500 rupees
will be reduced to rupees 2,000. കാർഷിക വായ്പയായി ലഭിച്ച തുകയിൽ നിന്നും കർഷകർക്ക് ആഴ്ചയിൽ 25,000 രൂപ വരെ പിൻവലിക്കാം എന്നതാണ് മറ്റൊരു പ്രഖ്യാപനം. വിള ഇൻഷുറൻസ് പ്രീമിയം അടക്കാനുള്ള സമയപരിധി 15 ദിവസം നീട്ടി നൽകി. APMCയിൽ രജിസ്റ്റർ ചെയ്ത വ്യാപാരികൾക്ക് ആഴ്ചയിൽ 50,000 രൂപ വരെ പിൻവലിക്കാം. വിവാഹ ആവശ്യങ്ങൾക്ക് കുടുംബത്തിലൊരാൾക്ക് അക്കൗണ്ടിൽ നിന്നും 2.5 ലക്ഷം രൂപ വരെ പിൻവലിക്കാനും അനുമതി നൽകി. കേന്ദ്ര സർക്കാർ സി ഗ്രേഡ് ജീവനക്കാർക്ക് നവംബർ മാസത്തെ ശമ്പളത്തിൽ നിന്നും 10,000 രൂപ അഡ്വാൻസ് പണമായി പിൻവലിക്കാം. 4 ദിവസം മുമ്പ് പണം മാറാനുള്ള പരിധി 4,000-ൽ നിന്നും 4,500 ആക്കി ഉയർത്തിയപ്പോഴും ഇപ്പോഴത് 2,000 ആക്കി ചുരുക്കിയപ്പോഴും സർക്കാർ പറയുന്നത് ഒരേ കാര്യം: നടപടി ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനെന്ന്. തീർത്തും ആസൂത്രണമില്ലാതെയാണ് നോട്ട് അസാധുവാക്കിയ നടപടിയെന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഇത്തരത്തിൽ സ്ഥിരതയില്ലാത്ത പ്രഖ്യാപനങ്ങൾ. നോട്ട് മാറാനുള്ള പരിധി 2,000 ആക്കി ചുരുക്കിയത് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കാനും ഇടയാക്കും. ദില്ലിയിൽ നിന്നും M. സന്തോഷ്. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിക്കുന്ന കാര്യം കോർപ്പറേറ്റ് ഭീമന്മാരായ അംബാനിയെയും അദാനിയെയും മുൻകൂട്ടി അറിയിച്ചിരുന്നതായി വെളിപ്പെടുത്തൽ. രാജസ്ഥാൻ MLA-യും BJP നേതാവുമായ ഭവാനി സിംഗിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിക്കാനുള്ള തീരുമാനം വൻകിട കോർപ്പറേറ്റുകൾ ഉൾപ്പെടെയുള്ള ഉന്നതരെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന വെളിപ്പെടുത്തൽ. രാജസ്ഥാനിലെ ലാത്പുര MLA ആയ ഭവാനി സിംഗ് രജവത്താണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അദാനിയും അംബാനിയും ഉൾപ്പെടെയുള്ള ബിസിനസ് പ്രമുഖന്മാർക്ക് ഇക്കാര്യം അറിയാമായിരുന്നതായും അതുകൊണ്ടുതന്നെ അവർ വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നതായും ഇയാൾ പറയുന്നു. പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങളിലാണ് ഭവാനി സിംഗ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. अदानी अंबानी अक्रम सेटल जो है इन सबको पहले ही पता था. വീഡിയോയിലുടനീളം കേന്ദ്ര സർക്കാർ തീരുമാനത്തെ ഭവാനി സിംഗ് രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ആദ്യം അത്യാവശ്യം വേണ്ട നോട്ടുകൾ അച്ചടിച്ചിട്ട് വേണമായിരുന്നു നോട്ടുകൾ പിൻവലിക്കേണ്ടിയിരുന്നതെന്നും പുതുതായി ഇറക്കിയ നോട്ട് 3ാം തരത്തിൽപ്പെട്ടതും കണ്ടാൽ വ്യാജനെന്ന് തോന്നുമെന്നും ഭവാനി സിംഗ് പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്. നോട്ട് നിരോധനത്തിൽ BJPക്ക് ജനങ്ങളുടെ ആദ്യ മറുപടി. തീരുമാനത്തിന് ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത പരാജയം. മഹാരാഷ്ട്രയിലെ പനവേൽ കർഷക സമിതിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച 17 സീറ്റുകളിലും BJP പരാജയപ്പെട്ടു. 500-1000 നോട്ടുകൾ അസാധുവായ ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത പരാജയം. മഹാരാഷ്ട്രയിലെ പനവേൽ കർഷക സമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് BJPക്ക് ജനം മറുപടി നൽകിയത്. സമിതിയിൽ ആകെയുള്ള 17 സീറ്റിലും BJP പരാജയപ്പെട്ടു. കർഷകരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പിൽ പെസന്റ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി ഓഫ് ഇന്ത്യയാണ് BJPയെ പരാജയപ്പെടുത്തിയത്. 17-ൽ 15 സീറ്റും PWP നേടി. ഇവരുടെ സഖ്യകക്ഷികളായ കോൺഗ്രസും ശിവസേനയും ഓരോ സീറ്റ് വീതം നേടി. 25 വർഷത്തിന് ശേഷമാണ് കോൺഗ്രസിന് ഈ സമിതിയിൽ ഒരംഗത്തെ ലഭിക്കുന്നത്. നോട്ട് അസാധുവാക്കപ്പെട്ട തീരുമാനം കർഷകരെയും സാധാരണ ജനങ്ങളെയും ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്നു. സാമ്പത്തിക മാന്ദ്യം, പഴം, പച്ചക്കറി, മൊത്തം ചില്ലറ വ്യാപാര രംഗത്ത് പ്രതിഫലിക്കുകയും കർഷകർക്ക് വൻ നഷ്ടം സംഭവിക്കുകയും ചെയ്തു. സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ ജനങ്ങളുടെ ആദ്യ മറുപടിയായാണ് ഇതിനെ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്. മിൽമയും കടുത്ത പ്രതിസന്ധിയിൽ. പാലിന്റെ വിൽപ്പനയിൽ 50,000 ലിറ്ററിന്റെ കുറവുണ്ടായി. സഹകരണ സംഘങ്ങൾ വഴി കർഷകർക്ക് പണം കൈമാറാനാകുന്നില്ലെന്ന് മിൽമ തിരുവനന്തപുരം മേഖലാ ചെയർമാൻ കല്ലട രമേശ് അറിയിച്ചു. 10 ലക്ഷം ലിറ്റർ പാലാണ് പ്രതിദിനം മിൽമ വിപണനം നടത്തുന്നത്. നോട്ട് പിൻവലിച്ച നവംബർ 8-ന് ശേഷം 50,000 ലിറ്ററിന്റെ പാലിന്റെ കുറവാണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. കേരളത്തിൽ തന്നെ 50,000 ലിറ്റർ പാൽ പ്രതിദിനം കൂടിയിരിക്കുകയാണ്. ഡയറികളിൽ വരുന്ന പാൽ അത് പണ്ട് ഇതിനു മുമ്പ് സംഘങ്ങളുടെ ലോക്കൽ സെയിൽസ് കുറഞ്ഞു. നാട്ടിലെ കർഷകരിൽ നിന്നും ഉപഭോക്താക്കൾ വാങ്ങിക്കൊണ്ടിരുന്ന ലോക്കൽ സെയിൽസ് കുറഞ്ഞു. അത് നാട്ടിൽ പണം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ 50,000 ലിറ്റർ കൂടിയതോടൊപ്പം തന്നെ വേറൊരു വിരോധാഭാസം 50,000 ലിറ്റർ സെയിൽസ് കുറഞ്ഞു മിൽമയുടെ. കേരളത്തിലാകമാനം 50,000 ലിറ്റർ പാലിന്റെ സെയിൽസ് കുറഞ്ഞു. അപ്പൊ അത് രണ്ടും വ്യക്തമാക്കുന്ന 1 ലക്ഷം ലിറ്ററിന്റെ പാലിന്റെ വിടവ് ഈ സംസ്ഥാനത്ത് ഉപഭോക്താക്കളുടെ ഇടയിൽ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്ഷീരസംഘങ്ങൾക്ക് മിൽമ പണം നൽകുന്നുണ്ട്. എന്നാൽ സംഘങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് 1000 രൂപ മാത്രമേ പിൻവലിക്കാൻ കഴിയുന്നുള്ളൂ. ഇത് ക്ഷീര കർഷകരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. സംഘങ്ങളിൽ പൈസ വന്നിട്ടുണ്ട്, മിൽമ കൊടുക്കുന്ന പൈസ സംഘങ്ങളിൽ വന്നിട്ടുണ്ട്. കർഷകർക്ക് അത് മാറി കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ. കർഷകർ വളരെ വലയുകയാണ്. അപ്പം ഞങ്ങൾ അതിനൊരു പരിധിവരെ പരിഹാരം എന്ന് പറയുന്നത് അക്കൗണ്ടുള്ള കർഷകരെ രാഷ്ട്രീയ ബാങ്കിൽ അക്കൗണ്ടുള്ള കർഷകരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നൊരു തീരുമാനമെടുത്തു. പക്ഷെ എങ്കിൽ പോലും അതിന് ഒരു പ്രതിസന്ധി. സാധാരണ കർഷകരാണ്, അവർക്ക് ഈ ബാങ്ക് ഓപ്പറേഷൻ നന്നായി അറിയാവുന്നവരാണ്, പലരും ATM കാർഡ് ഉള്ളവരാണ്. അപ്പൊ അവർക്കും ഉള്ള ബുദ്ധിമുട്ട് അവരുടെ അക്കൗണ്ടിൽ വന്നാൽ പോലും കൃത്യസമയത്ത് പോയി എടുക്കാൻ നിർവാഹമില്ല. അവിടെയും വലിയ ക്യൂ ആണ്. മിൽമ പ്രതിസന്ധി നേരിടുന്നത് സംസ്ഥാനത്തെ ക്ഷീരകർഷകരെ അലട്ടുകയാണ്. മിൽമയുടെ പ്രതിസന്ധി ക്ഷീരകർഷകരെയും ബാധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ പാലക്കാട് പുതുശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന പെപ്സി കമ്പനിക്കെതിരെ ഗ്രാമപഞ്ചായത്ത് വീണ്ടും സ്റ്റോപ്പ് മെമ്മോ നൽകി. ഈ വർഷം ഇത് 3ാം തവണയാണ് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പെപ്സിക്ക് നോട്ടീസ് നൽകുന്നത്. പഞ്ചായത്തിലെ 7 വാർഡുകൾ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. പുതുശ്ശേരി പഞ്ചായത്തിലെ 5 മുതൽ 13ാം വാർഡ് വരെയുള്ള പ്രദേശങ്ങളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. ഈ ഭാഗങ്ങളിലെ കുഴൽക്കിണറുകളടക്കം വറ്റി. മറ്റുള്ളവയിൽ വെള്ളത്തിന്റെ അളവ് വലിയ തോതിൽ കുറഞ്ഞു. പെപ്സി കമ്പനിയുടെ ഭൂഗർഭ ജലചൂഷണമാണ് വരൾച്ച രൂക്ഷമാക്കിയത്. ദിവസേന 2.5 ലക്ഷം ലിറ്റർ വെള്ളമെടുക്കാനാണ് കമ്പനിക്ക് അനുമതി. എന്നാൽ 6 മുതൽ 15 ലക്ഷം ലിറ്റർ വരെ ഭൂഗർഭജലം പെപ്സി ഊറ്റിയെടുക്കുന്നതായാണ് ഗ്രാമപഞ്ചായത്തിന്റെ വിലയിരുത്തൽ. 7 കുഴൽക്കിണറുകൾ കമ്പനിക്കുള്ളിൽ പ്രവർത്തിക്കുന്നതായും വിവരമുണ്ട്. പലതും 800 അടിയോളം താഴ്ചയുള്ളതാണ്. 6 മാസം വരെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് കാണിച്ചാണ് നോട്ടീസ് നൽകിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ പുതുശ്ശേരി പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ ടാങ്കറിൽ വെള്ളത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പരിധിവരെ ഈ സ്ഥാപനം ഡിസംബർ മാസം മുതൽ 6 മാസം കാലാവധിയെങ്കിലും ഈ കമ്പനി പ്രവർത്തനം നിർത്തിവെച്ചാൽ മാത്രമാണ് ഭാവിയിൽ വരുന്ന മാസങ്ങളിൽ ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഫെബ്രുവരി മെയ് മാസങ്ങളിൽ ഇതേ ആവശ്യമുന്നയിച്ച് നോട്ടീസ് നൽകിയെങ്കിലും മറുപടി നൽകാൻ പോലും കമ്പനി തയ്യാറായിരുന്നില്ല. സമീപനത്തിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് പോകാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. പെപ്സി ഊറ്റിയെടുക്കുന്ന ജലത്തിന്റെ അളവ് തിട്ടപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും ഭൂജല വകുപ്പിനും പഞ്ചായത്ത് കത്ത് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മനുഷ്യരുമായി അടുത്തിടപഴകുന്ന ജീവിയാണ് ഡോൾഫിൻ. ഈ അടുപ്പം കൂടിപ്പോയതുകൊണ്ടാണോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസം ഒരു ഡോൾഫിൻ കടലും കായലുമെല്ലാം കടന്ന് നാട്ടിലുള്ള ഒരു തോട്ടിലെത്തി. കൊച്ചിയിലാണ് സംഭവം. നാട്ടിലെത്തിയ ഡോൾഫിനെ പക്ഷേ നാട്ടുകാരെല്ലാം ചേർന്ന് പിടികൂടി കടലിലേക്ക് തന്നെ തിരിച്ചു പറഞ്ഞയച്ചു. പുലിയും കടുവയും രാജവെമ്പാലയും ഒക്കെ കാടുവിട്ട് നാട് കാണാൻ ഇറങ്ങുന്ന കാലമാണ്. അപ്പോൾ പിന്നെ ഒരു ഡോൾഫിനായിട്ട് എന്തിനാ വെറുതെ ഇരിക്കണം? ഈ വാർത്തകളൊക്കെ അറിഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്തായാലും കൊച്ചിയിൽ ഒരു ഡോൾഫിനും നാട് ചുറ്റാൻ ഇറങ്ങി. വൈപ്പിനടുത്ത് നാരയമ്പലം പുത്തൻതോട്ടിലാണ് ഇന്നലെ രാവിലെ ഡോൾഫിൻ പ്രത്യക്ഷപ്പെട്ടത്. കടലിൽ നിന്ന് കായലിൽ കയറിയ ശേഷമായിരുന്നു ആശാൻ തോട്ടിലേക്ക് പ്രവേശിച്ചത്. ഡോൾഫിൻ വന്നതറിഞ്ഞതോടെ തോടിന്റെ ഇരുകരകളിലും ജനം തടിച്ചുകൂടി. പക്ഷേ ആൾക്കൂട്ടത്തിന്റെ തിരക്കും ബഹളവുമൊന്നും ഡോൾഫിനെ ബാധിച്ചില്ല. കക്ഷി യാതൊന്നും മൈൻഡ് ചെയ്യാതെ നീന്തി തുടിച്ചുകൊണ്ടേയിരുന്നു. സംഭവം അറിഞ്ഞ ഇടപ്പള്ളിയിൽ നിന്ന് സാമൂഹിക വനവൽക്കരണ വിഭാഗം ഉദ്യോഗസ്ഥരും എത്തി. തുടർന്ന് വല ഉപയോഗിച്ച് ഡോൾഫിനെ പിടികൂടി. പിന്നെ നാട്ടുകാരുടെ സഹായത്തോടെ ചുമന്ന കടൽ തീരത്ത് എത്തിച്ചു. ഒടുവിൽ എല്ലാവരും കൂടി ഉന്തിത്തള്ളി നേരെ കടലിലേക്ക് തന്നെ പറഞ്ഞുവിട്ടു. പാവം ഡോൾഫിൻ. ഇങ്ങനെയൊക്കെയാണ് ഈ നാട്ടുകാരെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരില്ലായിരുന്നു. കൾച്ചറൽ ഡെസ്ക്. HIV രോഗനിർണയം ഇനി പെൻഡ്രൈവിലൂടെയും. ഇമ്പീരിയൽ കോളേജിലെ ശാസ്ത്രജ്ഞന്മാരും ബയോടെക് കമ്പനിയായ ഇലക്ട്രോണിക്സും ചേർന്നാണ് ഈ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തത്. HIV നിർണയം ഇനി പെൻഡ്രൈവിലൂടെയും സാധ്യമാകുമെന്ന പുതിയ കണ്ടുപിടുത്തവുമായി ശാസ്ത്രലോകം. ലണ്ടൻ ഇമ്പീരിയൽ കോളേജിലെ ഗവേഷകരും ബയോടെക് കമ്പനിയായ DNA ഇലക്ട്രോണിക്സും ചേർന്ന് വികസിപ്പിച്ചെടുത്ത USB സ്റ്റിക്കിലാണ് HIV കൃത്യമായ അളവുകൾ കണ്ടെത്താൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ ലാബുകളിൽ നിന്ന് HIV റിസൾട്ട് ലഭിക്കാൻ 1 ദിവസമെങ്കിലും വേണമെന്നിരിക്കെ പെൻഡ്രൈവ് ടെസ്റ്റിലൂടെ 30 മിനിറ്റിനുള്ളിൽ നമുക്ക് റിസൾട്ട് ലഭിക്കും. ഒരു തുള്ളി രക്തത്തിലൂടെ രോഗം നിർണ്ണയിക്കുവാൻ സാധിക്കുകയും ചെയ്യും. മാത്രമല്ല പരിശോധനയിലെ റിസൾട്ട് കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണുകൾ വഴി ലഭിക്കുമെന്നും ഇമ്പീരിയൽ കോളേജിലെ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കി. ഇതിനു പുറമെ ശാസ്ത്രലോകത്തു നിന്നും മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഓട്ടിസം നിർണ്ണയിക്കാനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പണിപ്പുരയിലാണ് ന്യൂയോർക്ക് ബഫല്ലോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ വെന്യാ ഷുവും വിദ്യാർത്ഥിയായ ക്യൂൻവുവും. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലെ ഓട്ടിസം നിർണ്ണയത്തിന് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ആപ്ലിക്കേഷൻ നൽകുന്ന റിസൾട്ടിന് 93% കൃത്യതയുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇത്തരം കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രലോകത്തിന് വലിയ നേട്ടം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. മിറർലെസ് ക്യാമറയുടെ ഏറ്റവും പുതിയ വെർഷൻ സോണി പുറത്തിറക്കി. ഇന്ത്യൻ വിപണിയിൽ ഏകദേശം 94,000 രൂപയാണ് ഏറ്റവും പുതിയ സൗകര്യങ്ങളോടുകൂടിയ ഈ ക്യാമറയുടെ വില. സോണിയുടെ ഏറ്റവും പുതിയ മിറർലെസ് ക്യാമറയായ A6500 കമ്പനി പുറത്തിറക്കി. A6300യുടെ പിൻഗാമിയായാണ് A6500 എത്തുന്നത്.
പുതിയ ക്യാമറയ്ക്കും 24 MB സെൻസറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബയോണിക്സ് ഡി പ്രൊസസ്സറുള്ള ക്യാമറയുടെ ISO 100 മുതൽ 25,600 വരെയാണ്. 51,200 വരെ ബൂസ്റ്റും ചെയ്യാം. ക്യാമറയുടെ ടച്ച് സ്ക്രീൻ ഓട്ടോ ഫോക്കസിനായി ഉപയോഗിക്കാമെന്നത് ക്യാനോണിൻ്റെ വിശാലമായ ഡ്യുവൽ പിക്സൽ AFൻ്റെ തലക്കനം കുറയ്ക്കും. ഫേസ് ഡിറ്റക്ഷൻ, ഓട്ടോ ഫോക്കസിൻ്റെയും കോൺട്രാസ്റ്റ് AFൻ്റെയും ഗുണങ്ങൾ യോജിപ്പിച്ച 4D ഫോക്കസ് സിസ്റ്റമാണ് ക്യാമറയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരെയും ക്യാമറ നിരാശപ്പെടുത്തുന്നില്ല. ഫോക്കസ് സിസ്റ്റത്തിൻ്റെ കഴിവ് ഷൂട്ടിംഗ് എളുപ്പമാക്കുന്നു. 4K വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറയുടെ പ്രൊസസ്സർ ഉപയോഗിക്കുന്ന ഡേറ്റയുടെ അളവ് സെക്കൻഡിൽ 100 MB ആണ്. വില കൂടിയ DSLRൻ്റെ ഫീച്ചറും അവയേക്കാൾ ഭാരം കുറഞ്ഞതുമായ ക്യാമറ വേണ്ടിയവർക്ക് ഇത് ഉത്തമമാണ്. ഇന്ത്യൻ വിപണിയിൽ ഏകദേശം 94,000 രൂപയാണ് സോണി A6500യുടെ വില. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. മലയാളത്തിന്റെ പ്രശസ്ത നോവലിസ്റ്റ് പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ 25 വർഷങ്ങൾക്ക് ശേഷം വെള്ളിത്തിരയിലേക്ക് ഇൻ റിട്ടേൺ ജസ്റ്റ് എ ബുക്ക് എന്നാണ് ചിത്രത്തിന്റെ പേര്. നോട്ട് പിൻവലിച്ചതിനെ തുടർന്നുള്ള സാധാരണക്കാരന്റെ ദുരിതം പ്രമേയമാക്കി ഷോർട്ട് ഫിലിം ദി റിച്ച് ബെഗർ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം നിരോധിക്കപ്പെട്ട നോട്ട് കയ്യിൽ വെച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ നെട്ടോട്ടമോടുന്ന ഒരു മധ്യവയസ്കനിലൂടെ കടന്നു പോവുകയാണ്. ചിത്ര സംയോജകനായി ശ്രദ്ധ നേടിയ ഡോൺ മാസ് സംവിധാനം ചെയ്യുന്ന 10 കൽപ്പനകൾ റിലീസിന് തയ്യാറെടുക്കുന്നു. ഒരിടവേളയ്ക്ക് ശേഷം മീര ജാസ്മിൻ നായികയാകുന്ന ചിത്രത്തിൽ അനൂപ് മേനോനാണ് മറ്റൊരു പ്രധാന കഥാപാത്രമാകുന്നത്. ചിത്രീകരണം പൂർത്തിയാക്കിയ 10 കൽപ്പനകൾ ഉടൻ തിയേറ്ററുകളിലെത്തും.